പച്ചത്തറി വിളിക്കും. അതുപോലെ തന്നെയാണ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റാത്തത്ര പണിഷ്മെന്റാണ്. ബിസ്ക്കറ്റ് വെള്ളത്തിൽ മുക്കി തറയിലിട്ട് നക്കി കഴിക്കാൻ പറയും. കോയിൻ നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടം വരെ പട്ടിനെ പോലെ നക്കിക്കൊണ്ട് ആറ്റം വരെ വേണം. അതേപോലെ തന്നെ അവിടെ നിന്ന് നക്കിക്കൊണ്ട് ഈ അറ്റം വരെയാണ്. ഈ ചീഞ്ഞ പഴമില്ലേ, അത് 2 ദിവസം മുമ്പ് അവിടെ തിന്നിട്ട് വേസ്റ്റിൽ പോയേക്കണ പഴം വാങ്ങിക്കും. അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കും. ആ ചീഞ്ഞ പഴം എടുത്തെണ്ണം വന്നിട്ട് അതിൻ്റെ മേലെ തുപ്പിയിട്ടിട്ട് നക്കാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ ടാർഗറ്റ് ആവാത്ത കുട്ടികളെ രാത്രി സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് അടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടികൊണ്ട് മാത്രമല്ല അടിക്കുന്നത്. വടികൊണ്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ബെൽറ്റ് കൊണ്ട് മൊബൈലിലെ ചാർജർ എടുത്തിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കി ചുരുട്ടിയൊക്കെ അടിക്കും. ഈ 2500 താഴെ അല്ലെങ്കിൽ 2000 താഴെ പിടിച്ചാൽ ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും, ആണുങ്ങളുടെ പാൻറ്റോ അല്ലെങ്കിൽ അനിക്കറോ എന്താണെന്ന് വെച്ചാൽ അഴിക്കുക. ഇന്നറിലായിരിക്കും നിൽക്കണത്. പരസ്പരം അങ്ങാട്ടും പിടിച്ചോണ്ടിരിക്കും. കറക്റ്റ് 10 മണി 10 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങണം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ അടിച്ചുറക്കും. എനിക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നാട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാൻ പൈസ തരുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത് കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യും, എന്നിട്ട് അതിൽ നിർത്ത് കഴിച്ചോ. നമ്മൾ അത് വൈകിട്ട് വരെ സെയിൽ ചെയ്യും. ഞാൻ ഒരു ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് വരെ കരഞ്ഞ് വരെ ഞാൻ ചെന്നിട്ടുണ്ട്. അതായത് ക്യാഷിന്റെ പുറത്ത് എന്തുകൊണ്ടോ നേടാം എന്നുള്ള സംസാരങ്ങളോട് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ. നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അതിക്രൂരമായ കൊടുംക്രൂരത നിറഞ്ഞ പീഡനത്തിൻ്റെ ചില വിവരണങ്ങളാണ് ഇപ്പോൾ 18, 19, 20 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാർ, യുവാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂര പീഡനം, പരസ്പരം ലൈംഗിക അവയവത്തിൽ പിടിച്ചു നിൽക്കുക, അർദ്ധനഗ്നരായി നിന്നുകൊണ്ട് അടിയേറ്റു വാങ്ങുക, നായയെപ്പോലെ മുട്ടിലിഴയുക, നായ മൂത്രമൊഴിക്കുന്നത് പോലെ അഭിനയിക്കുക, പട്ടിയെപ്പോലെ കഴുത്തിൽ ബെൽറ്റിട്ട് നിലത്ത് നക്കണം. അങ്ങനെ പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത തരത്തിലുള്ള കൊടും ക്രൂരതകളാണ് ഒരു പറ്റം ജീവനക്കാർ നേരിട്ടിരിക്കുന്നത്. കൊച്ചിയിലെ തന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരെയാണ് നായ്ക്കൾക്ക് സമാനമായി തന്നെ ഇങ്ങനെ ബെൽറ്റ് ധരിപ്പിച്ച് മുട്ടിൽ നടത്തിച്ച് മൃഗങ്ങളോട് പോലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂര പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എറണാകുളം പെരുമ്പാവൂരെ അറക്കൽപ്പടിയിലുള്ള ഒരു സ്ഥാപനത്തിലാണ് തൊഴിലാളികൾ ഇങ്ങനെ ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. ജീവനക്കാർ പാൻസ് ഊരി കഴുത്തിൽ ബെൽറ്റ് ധരിച്ചുകൊണ്ട് മുട്ടിലിഴയുന്ന ഒരു കാഴ്ചയാണ് ഇതിലൂടെ കാണുന്നത്. അതിനുശേഷം നിലത്ത് കിടക്കുന്ന നാണയം നക്കിയെടുക്കുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിലത്ത് ചീഞ്ഞളിഞ്ഞ പഴം ചവച്ചു തുപ്പിയിട്ട ശേഷം അതെടുക്കാനായി നിർബന്ധിക്കുന്ന, അതെടുത്തില്ലെങ്കിൽ അടി കൊടുക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിൽ പ്രഷർ കുക്കർ വിൽക്കാനും പാത്രങ്ങൾ വിൽക്കാനും ബാത്റൂമിലെ ലോഷനും മറ്റുമൊക്കെ വിൽക്കാനുമായി തേയില, കറി പൗഡർ അങ്ങനെയുള്ള വസ്തുക്കൾ കൊടുക്കാനുമൊക്കെ ആയി വീടാന്തരം കയറിയിറങ്ങി വിൽപ്പന നടത്തുന്ന ഒട്ടനവധി ജീവനക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ തന്നെയാണ് ഇങ്ങനെ ഒരു ക്രൂര പീഡനത്തിന് ഇരയായിരിക്കുന്നത്. ഓരോ മാസവും ഈ ജീവനക്കാർക്ക് കൃത്യമായ സെയിൽസ് ടാർഗറ്റ് കൊടുത്തിരിക്കും. അവർ ആ ടാർഗറ്റ് തികച്ചിരിക്കണം. അത് തികച്ചില്ല എങ്കിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ക്രൂര പീഡനവും. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, 7 മണിക്ക് സർക്കിളിലെത്തിയിരിക്കണം, പിന്നീട് അങ്ങോട്ട് വിചാരണയാണ്. ഒട്ടനവധി നിബന്ധനകൾ. കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞാൽ പോലും തിരിച്ചു പറയാതെ ചിരിച്ചുകൊണ്ട് നിൽക്കണം. കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ശിക്ഷകൾ കൊടുക്കും. അങ്ങനെയാണ് ഈ തൊഴിൽ ചൂഷണത്തിന് കേവലം 8,000-10,000 രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഈ സാധാരണക്കാർക്ക് നേരെ, സാധാരണ ചെറുപ്പക്കാർക്ക് നേരെ പീഡനം നടത്തുന്നത്. അർദ്ധനഗ്നരാക്കിയാണ് മർദ്ദിക്കുന്നത്. തെറി വിളിച്ച ചൂഷണം പിന്നാലെ തുടരും. പാൻ്റ് അഴിക്കാൻ ആവശ്യപ്പെടും. പിന്നീട് പരസ്പരം ലൈംഗിക അവയവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നിൽക്കാൻ പറയും. നായയെപ്പോലെ നടന്ന് മുറിക്കുള്ളിലെ ഓരോ ചുവരുകളിലും പോയി, ഓരോ മൂലകളിലും പോയി നായ മൂത്രമൊഴിക്കുന്നത് പോലെ അഭിനയിക്കണം. വായ്ക്കുള്ളിൽ ഉപ്പിട്ട് കൊടുക്കും. എന്നിങ്ങനെ പോകുന്നു കൊടും ക്രൂരതയുടെ കഥകൾ. പുറത്ത് പറയാൻ പോലും പേടിച്ചത് മേലുദ്യോഗസ്ഥരുടെ പോലീസിലടക്കമുള്ള സ്വാധീനത്തെ ഭയന്നാണെന്നാണ് ഇരകളായ യുവാക്കൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത്. സെയിൽസിനിടയിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് മാനേജറെ വിളിക്കേണ്ടി വരും. സ്വന്തമായി ഫോണോ ഒന്നും തന്നെ കാണില്ല. ടാർഗറ്റ് കിട്ടിയില്ലെങ്കിൽ എല്ലാ ചീത്തവിളിയും അവർ തന്നെ കേൾക്കേണ്ടി വരും. അതുകൂടാതെ ഓരോ മണിക്കൂറിനും 100 രൂപ വെച്ച് ഫൈനും ഈടാക്കും. പേഴ്സണൽ ഫോൺ ഒരിക്കലും ഉപയോഗിക്കാനായി കഴിയില്ല. എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വിളിച്ചാൽ പോലും ആരോടാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, ഇതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ആളുകളുണ്ടാകും. ജോലിയിൽ കയറുന്ന സമയത്താകട്ടെ പത്രപരസ്യം കണ്ടാണ് നിരവധി ആളുകൾ ഈ ജോലിയിലേക്ക് കയറുന്നത്. ആദ്യം ടാർഗറ്റ് ഇല്ലെന്ന് പറയും. എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ ടാർഗറ്റ് കൊടുത്തു തുടങ്ങും. ഒരു ദിവസം 2,000 രൂപയ്ക്ക് താഴെയാണ് വിൽപ്പനയെങ്കിൽ കടുത്ത ശിക്ഷകളും. ദിവസം ഒരു കച്ചവടം കിട്ടിയില്ലെങ്കിൽ അവരെ രാത്രിയിൽ വിളിച്ചു വരുത്തി നനഞ്ഞ തോർത്ത് കൊണ്ട് ശരീരം മുഴുവൻ അടിക്കുകയും കേട്ടാൽ അറയ്ക്കുന്ന തെറി പറയുകയും ചെയ്യും. കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുള്ള നിരവധി ആളുകളാണ്
ഇവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 800 ഏജന്റുമാരെയാണ് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്, ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി എന്നീ കമ്പനി കേരളമൊട്ടാകെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് പ്രൊപ്പറേറ്റർ കൂടിയായിട്ടുള്ള ജോയ് ജോസഫ് പറയുന്നത്. കമ്പനിയുടെ വാർഷിക ടേൺ ഓവർ ആകട്ടെ 65 കോടി രൂപയും. 1,28,00,000 രൂപ പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചുവെന്നും ജോയ് ജോസഫ് മാധ്യമങ്ങളോട് തന്നെ പറയുന്നുണ്ട്. കൊച്ചി കലൂർ കേന്ദ്രമാക്കി സംസ്ഥാനത്ത് താലൂക്ക് അടിസ്ഥാനത്തിലാണ് ഓഫീസിന്റെ പ്രവർത്തനം. പത്രപരസ്യം കണ്ടെത്തിയ കുട്ടികൾ, വിദ്യാർത്ഥികൾ ഇന്റർവ്യൂ എടുക്കുന്ന അന്ന് തന്നെ അവർക്ക് ജോലി കൊടുക്കും. താലൂക്ക് അടിസ്ഥാനത്തിൽ നിയമനം, 10,000 രൂപ ആദ്യ മാസങ്ങളിലെ ഇൻസെൻറ്റീവ്. പിന്നീട് പറയും നിങ്ങൾക്ക് അസിസ്റ്റന്റ് മാനേജർ പദവി ആയിരിക്കും കാത്തിരിക്കുക, സെയിൽസിൽ മികവ് പുലർത്താൻ പറയും. പക്ഷേ ഈ ചെയ്തിരിക്കുന്ന ഒന്നും തന്നെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന കമ്പനി അല്ല എന്നും കമ്പനിയുടെ പ്രൊപ്പറേറ്റർ മാത്രമാണ് താനെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന ഏജൻസികളായിരിക്കും ഇത്തരത്തിൽ പീഡനം നടത്തിയിരിക്കുക എന്നാണ് അവരും ചൂണ്ടിക്കാണിക്കുന്നത്. എറണാകുളം കലൂർ നോർത്ത് ജനതാ റോഡിലുള്ള സ്വകാര്യ സ്ഥാപനത്തിലാണ് തൊഴിൽ പീഡനം നടക്കുന്നു എന്ന വിവരം ആദ്യം പുറത്തു വന്നത്. പക്ഷേ ഈ സ്ഥാപനത്തിലല്ല, ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന പെരുമ്പാവൂരിലുള്ള കെൽട്രോ ഗ്രൂപ്പ് എന്ന കമ്പനിയാണ് ഇങ്ങനെ ക്രൂര പീഡനം നടത്തിപ്പോരുന്നതെന്നാണ് പാലാരിവട്ടം പോലീസും പറയുന്നത്. ഇക്കാര്യത്തിൽ പരാതികളൊന്നും തന്നെ ആദ്യഘട്ടത്തിൽ കിട്ടിയിരുന്നില്ല. വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇടപെട്ടിട്ടുണ്ട്. ലേബർ ഓഫീസറോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. ജില്ലാ ഓഫീസർ കമ്പനിയിൽ നേരിട്ടെത്തി ജീവനക്കാരുടെ മൊഴിയെടുത്ത് വിശദമായ അന്വേഷണം നടത്താമെന്ന് ഉറപ്പും കൊടുത്തു. പെരുമ്പാവൂരാണ് സംഭവമെന്നും അവിടേക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ അയച്ചെന്നുമാണ് ലേബർ വകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പീഡനം നേരിടുന്നതായി കാണിച്ച് ഏതാനും പേരുടെ പരാതി കിട്ടിയിട്ടുണ്ടെന്നും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുമാണ് ആദ്യം പോലീസ് പറഞ്ഞത്. സ്ഥാപന ഉടമയ്ക്കെതിരെയാണ് ഇപ്പോൾ പരാതി. സമാന കേസിൽ മുൻപും ഹുബൈദ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ജയിലിൽ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുമുണ്ട്. മുൻപ് സ്ഥാപനത്തിൽ ജോലി അന്വേഷിച്ചെത്തിയ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തു എന്ന കേസാണ് ഇയാൾക്കെതിരെയുള്ളത്. പെരുമ്പാവൂരിലെ കെൽട്രോ ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ അങ്ങനെ പീഡന പരാതിയിൽ 2.5 മാസം മുൻപും അറസ്റ്റിലായിരുന്നു. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി കൊടുത്ത പരാതിയിലാണ് വയനാട് സ്വദേശി കൂടിയായ ഇയാൾ അറസ്റ്റിലായത്, പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയത്. എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ ഈ കമ്പനി അടച്ചിട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വീഡിയോ ദൃശ്യം, തൊഴിലാളികൾ പറഞ്ഞിരിക്കുന്ന വിഷയം എന്നാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വ്യക്തത കൂടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് ഉടമയായിട്ടുള്ള ജോയ് ജോസഫിന്റെ വീട്ടിൽ പോലീസ് ഇതിനോടകം തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന അതിക്രൂരമായ തൊഴിൽ പീഡനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10-20 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറയുന്നത്. ടാർഗറ്റ് പൂർത്തിയാകാത്തവരോടാണ് മാനേജർമാർ ഇങ്ങനെ ക്രൂരമായ പീഡനം നടത്തുന്നതെന്നും പീഡനത്തിന്റെ ദൃശ്യങ്ങളടക്കം മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുമെന്നും 6 മാസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ജോലിയിൽ കയറ്റി പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കെതിരെ ക്രൂരമായ പീഡനമാണ് നടത്തുന്നത്. കൊച്ചിയിലെ മാർക്കറ്റിംഗ് കമ്പനികളായിട്ടുള്ള GPL, HPL എന്നിവിടങ്ങളിലെ ഈ പീഡനവുമായി ബന്ധപ്പെട്ട് യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തുവെന്നും ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നുണ്ട്. മാർക്കറ്റിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന യുവാക്കളെ വസ്ത്രങ്ങൾ അഴിപ്പിച്ച് നായയുടെ ബെൽറ്റ് കഴുത്തിൽ കെട്ടി മുട്ടിലിഴഞ്ഞ് നാണയം നക്കിയിടിപ്പിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു. അതിന് പിന്നാലെ കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. തുച്ഛമായ ശമ്പളം നൽകിക്കൊണ്ട് തൊഴിലാളികളെ 12 മണിക്കൂർ വരെ അടിമപ്പണി എടുപ്പിക്കുന്നുവെന്ന് തൊഴിലാളികൾ തന്നെ തുറന്നു പറയുന്നു. ഈ സ്ഥാപനം ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി, ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്നീ പേരുകളിലാണ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്നതെന്നും സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജർ പദവി വാഗ്ദാനം ചെയ്താണ് വർഷങ്ങളായി ഈ കമ്പനി ക്രൂരമായ തൊഴിൽ പീഡനം നടത്തുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. എടുത്താ പൊങ്ങാത്ത ബാഗും തൂക്കി നമ്മുടെയൊക്കെ തന്നെ വീട് വരാന്തകളിൽ മുട്ടുന്ന കുട്ടികളെയൊക്കെ ഇതിനോടകം തന്നെ ഏവരും ഓർത്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. ഒരു പഠനത്തിൻ്റെ ഭാഗമായ പ്രൊജക്റ്റെന്നും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമോ എന്നും ചോദിച്ചുകൊണ്ട് നിസ്സഹായതയോടുകൂടി ചിരിച്ച മുഖത്തോടെ നമ്മുടെ മുന്നിലെത്തുന്ന ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പീഡനങ്ങൾ, ക്രൂരതകൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ദിവസം പ്രൊഡക്റ്റുകൾ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് ആഹാരം പോലും കഴിക്കാൻ സാധിക്കാതെ വിശന്ന വയറുമായി ക്രൂരത നേരിടേണ്ടി വരും, പീഡനം നേരിടേണ്ടി വരും. അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കണമെങ്കിൽ സാധനം വിറ്റിരിക്കണം, ഇല്ലെങ്കിൽ പട്ടിണി. വൈകിട്ട് 7:45 ആകുമ്പോഴേക്കും താമസ സ്ഥലം കൂടിയായിട്ടുള്ള ഓഫീസിലെത്തണം. സൗജന്യ ഭക്ഷണമാണ് നൽകുന്നത്. മെനു ആകട്ടെ ഗംഭീരവും, ചോറും മുളകും ഉപ്പും. കൃത്യം 10 മണിക്ക് ഉറങ്ങിയിരിക്കണം. ഉറങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തല്ലി ഉറക്കും. ഇതാണ് കമ്പനിയിലെ അവസ്ഥ. അതിശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് പിറകെ ആരോപണ വിധേയരായ കമ്പനികൾ അടച്ചുപൂട്ടി. അതിന് പിറകെയാണ് യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഡയറക്ട് മാർക്കറ്റിംഗ് മേഖലയിലെ ഈ ചൂഷണങ്ങൾക്കെതിരെ കേരള നിയമസഭയിലടക്കം നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ പല മേഖലകളിലും കടുത്ത ചൂഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കണ്ടതൊക്കെ തന്നെ ക്രൂരമായ നടപടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ ഗുരുതരമായ സംഭവം, കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിഷയം. തൊഴിൽ വകുപ്പ് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് വേണ്ട വിധത്തിലുള്ള നടപടി സ്വീകരിക്കണം. ക്രൂരമായ മർദ്ദനം, മനുഷ്യാവകാശ ലംഘനം ഇതൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. പോലീസും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കണം. കുറ്റവാളികൾക്കെതിരെ കർശനമായി തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് TJ ആഞ്ചലോസ് പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു. അവർക്കൊന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചൂഷണങ്ങളാകട്ടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അടിയന്തരമായി തന്നെ നടപടി എടുക്കുക എന്നത് മാത്രമാണ് ശാശ്വതമായ പോംവഴി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.